ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് GST. നമ്മൾ GST ആക്ടിലെ ഡെഫിനിഷൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറെക്കുറെ ഡെഫിനിഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ബാക്കി കുറച്ച് ഡെഫിനിഷൻസ് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മിക്സഡ് സപ്ലൈ ആണ്. മിക്സഡ് സപ്ലൈക്ക് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പോസിറ്റ് സപ്ലൈ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലേ, കോമ്പോസിറ്റ് സപ്ലൈ പറഞ്ഞാൽ മിനിമം രണ്ടോ അതിലധികമോ ടാക്സബിൾ സപ്ലൈ ഉണ്ടാവണം. അത് നേച്ചറലി ബണ്ടിലാവണം. നേച്ചറലി ബണ്ടിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ രീതിയിൽ ബിസിനസ് ചെയ്യുന്നതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നിച്ചേ പ്രൊവൈഡ് ചെയ്യൂ. ഓക്കെ, ദെൻ അത് സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അതിലൊന്ന് പ്രിൻസിപ്പിൾ സപ്ലൈ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതാണ് കോമ്പോസിറ്റ് സപ്ലൈ. സോ ഇന്ന് മിക്സഡ് സപ്ലൈ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മിക്സഡ് സപ്ലൈ മീൻസ് രണ്ടോ അതിലധികമോ ഗുഡ്സിൻ്റെയോ സർവീസോ ഒക്കെ എന്തുണ്ടാവും, അതിൻ്റെ സപ്ലൈ ആയിരിക്കും അതുണ്ടാവുക. ഓക്കെ, രണ്ടോ അതിലധികമോ മിനിമം 2 ടാക്സബിൾ സപ്ലൈ അതിൽ ഉണ്ടാവണം എന്നർത്ഥം. ദെൻ മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ഫോർ എ സിംഗിൾ പ്രൈസ്. എന്തായിരിക്കും അത്? അല്ലേ, ഇവ രണ്ടും അല്ലെങ്കിൽ അതിൻ്റെ ആ ടാക്സബിൾ സപ്ലൈസ് ഇങ്ങനെയൊക്കെ നടത്തുക, അത് സെയിം പ്രൈസിനായിരിക്കും അല്ലെങ്കിൽ സിംഗിൾ പ്രൈസിനാണ് സെയിൽ ചെയ്യുക. ദെൻ ഈച്ച് ഓഫ് ദീസ് ഐറ്റം ക്യാൻ ബി സപ്ലൈഡ് സെപ്പറേറ്റ്ലി ആൻഡ് ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി അതർ. ഇത് നേച്ചർലി ബണ്ടിൽഡ് അല്ല, വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ എന്ന് മാത്രം കേട്ടോ, സെപ്പറേറ്റ് നമുക്ക് സെയിൽ ചെയ്യാം. അത്തരത്തിലുള്ള രണ്ടോ അതിലധികമോ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ്റെയോ സപ്ലൈയാണ് നമ്മളെന്ത് പറഞ്ഞത്, മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞത്. പക്ഷേ കോമ്പോസിറ്റ് സപ്ലൈൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നേച്ചറലി ബണ്ടിൽഡ് ആണ്, സെപ്പറേറ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇവിടെ മിക്സഡ് സപ്ലൈൻ്റെ കേസിൽ എന്തല്ല, നേച്ചറലി ബണ്ടിൽഡ് അല്ല, അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാം. ഓക്കെ, അതാണ് മിക്സഡ് സപ്ലൈ. ദെൻ നെക്സ്റ്റ് ലൊക്കേഷൻ ഓഫ് റെസിപ്പിയൻറ്റ് ഓഫ് സർവീസ്. ആ സർവീസ് റിസീവ് ചെയ്യുന്നതിൻ്റെ ലൊക്കേഷൻ, അത് ആസ് പെർ GST ആക്ടിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താ എന്നുള്ളത്. ദെൻ വേർ എ സപ്ലൈ ഈസ് റിസീവ്ഡ് അറ്റ് പ്ലേസ് ഓഫ് ബിസിനസ് ഫോർ വിച്ച് രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ദി ലൊക്കേഷൻ ഓഫ് സച്ച് പ്ലേസ് ഓഫ് ബിസിനസ്. അല്ലേ, എവിടെയാണോ ആ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, റിസീവ് ചെയ്യുന്ന ബിസിനസ് ഏത് രാജ്യത്താണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ എവിടെയാണോ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അതാണ് ലൊക്കേഷൻ ഓഫ് റെസിപ്പിയൻ്റ് ഓഫ് സർവീസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, എവിടെയാണോ ആ ഒരു സർവീസ് അല്ലെങ്കിൽ ഗുഡ്സോ എന്ത് ചെയ്തിട്ടുള്ളത്, ഗുഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആൾ എവിടെയാണോ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത്, അതാണ് ലൊക്കേഷൻ ഓഫ് റെസിപ്പിയൻ്റ് ഓഫ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനി കൺസിഡറേഷനാണ് പറയാനുള്ളത്. കൺസിഡറേഷൻ മീൻസ് സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പറഞ്ഞിട്ടുള്ളത് സംതിങ് ഇൻ റിട്ടേൺ എന്നാണ്. ഒരു ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ്റെയോ സപ്ലൈൻ്റെ മേൽ അത് റിസീവ് ചെയ്യുന്ന ആൾ റെസിപ്പിയൻ്റ് അതിന് പകരമായിട്ട് കൊടുക്കേണ്ട ക്യാഷായിട്ടോ അല്ലാതെയോ നൽകേണ്ടതായിട്ടുള്ള ആ ഒരു പേയ്മെൻറ്റിനെയാണ് എന്ത് പറഞ്ഞത്, കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എനി പേയ്മെൻറ്റ് മെയ്ഡ് ഓർ ടു ബി മെയ്ഡ് വെദർ ഇൻ മണി അതർവൈസ്, അല്ലെ ക്യാഷ് ആയിട്ടോ അല്ലാതെയോ കൊടുക്കേണ്ടതായിട്ടുള്ളതോ അല്ലെങ്കിൽ കൊടുത്തതോ ആയിട്ടുള്ള, ഓക്കെ, ഇൻ റെസ്പെക്റ്റ് ഓഫ് ഓർ ഇൻ റെസ്പോൺസ് ടു ഓർ ഫോർ ദി ഇൻഡ്യൂസ്മെൻറ്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് വെദർ ബൈ ദി റെസിപ്പിയൻറ്റ് എനി അതർ പേഴ്സൺ. ഓക്കെ, എന്താണ് ഗുഡ്സോ സർവീസിൻ്റെ സപ്ലൈൻ്റെ മേൽ അത് റിസീവ് ചെയ്ത ആൾ കൊടുക്കേണ്ടതായിട്ടുള്ള ക്യാഷായിട്ടോ അല്ലാതെയോ കൊടുക്കേണ്ടതായിട്ടുള്ളതിനെയാണ് എന്ത് പറഞ്ഞത്, നമ്മൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയൊന്നും എന്തിൽ വരില്ല, കൺസിഡറേഷനിൽ വരില്ല എന്നർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൺസിഡറേഷൻ മീൻസ് ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനോ സപ്ലൈൻ്റെ മേൽ അത് റിസീവ് ചെയ്ത ആൾ കൊടുക്കേണ്ടതായിട്ടുള്ളതിനെയാണ് എന്ത് പറഞ്ഞത്, നമ്മൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞത്. അത് ക്യാഷ് ആവാം, ക്യാഷ് അല്ലാതെ മറ്റുള്ള എന്തെങ്കിലും ആവാം. then ഇനി റെസിപ്പിയൻറ്റ് ആരാണ് ആ റിസീവർ എന്നുള്ളത് നോക്കാം. ഈ കൺസിഡറേഷൻ ഈസ് പേയബിൾ ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അല്ലെ, ഇപ്പോൾ കൺസിഡറേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സാധനത്തിൻ്റെ സപ്ലൈ മേൽ കൺസിഡറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരായിരിക്കും റെസിപ്പിയൻറ്റ്? പേഴ്സൺ ലേബിൾ ടു പേ ദി കൺസിഡറേഷൻ. ആ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട ആളാണെന്ത്, ആരാണ് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്, അല്ലേ, അതിൻ്റെ ലേബിൾ ആരാണ്, അയാളാണെന്ത് റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞത്. ഇനി കൺസിഡറേഷൻ ഇല്ല, ഇഫ് നോ കൺസിഡറേഷൻ ഈസ് പേയബിൾ, അല്ലേ, ആ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈൻ്റെ മേൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ എന്താണ്, ആരാണ് റെസിപ്പിയൻ്റ്? അങ്ങനെ ഡെഫിനിഷൻ്റെ ബേസിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 93 GST ആക്ട് അങ്ങനെയാണ്
എന്നുണ്ടെങ്കിൽ എന്താണ്, ആർക്കാണോ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ റിസീവ് ചെയ്യുന്നത് അവരെയാണ് എന്ത് പറയുന്നത്, നമ്മൾ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്. ഇനി സർവീസിൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, സർവീസ് ആർക്കാണോ റെൻഡർ ചെയ്തിട്ടുള്ളത് അല്ലേ, ആർക്കാണോ സർവീസ് കൊടുത്തിട്ടുള്ളത് അവരാണെന്ത് റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് നോക്കാം. എന്താണ് SGST, എന്താണ് CGST, എന്താണ് UTGST, എന്താണ് IGST എന്നുള്ളത് നമുക്ക് നോക്കാം. സോ SGST പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് GST ആണ് നമ്മൾ SGST എന്ന് പറയുന്നത്. ഓക്കെ, SGST ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓർ യൂണിയൻ ടെറിട്ടറീസ് വിച്ച് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. ഓക്കെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്ററുള്ള യൂണിയൻ ടെറിട്ടറീസും SGST ആണ് അടക്കേണ്ടത്, അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചുമത്തുന്ന ടാക്സാണ്. എന്താണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന പോണ്ടിച്ചേരി, ഡൽഹി പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്താണ് SGST ആണ് ചുമത്തുന്നത്. എന്തിൻ്റെ മേലെ, ഓൺ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഗുഡ്സോ അല്ലെ ടാക്സബിൾ ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ സപ്ലൈൻ്റെ മേലെ. അതെങ്ങനത്തെ സപ്ലൈ ആണ്, ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള, വിത്തിൻ സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈൻ്റെ മേൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമത്തുന്ന GSTയാണ് നമ്മളെന്ത് പറഞ്ഞത്, SGST എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈൻ്റെ മേൽ. എത്തരത്തിലുള്ള സപ്ലൈ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്, ഒരു വിത്തിൻ സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈൻ്റെ മേൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കുന്ന അല്ലെങ്കിൽ ചുമത്തുന്ന ടാക്സ് ആണെന്ത് SGST എന്നുള്ളത്. ദെൻ ഇനി CGST എന്താണെന്ന് നോക്കാം. സെൻട്രൽ GST. ഓക്കെ, സെൻട്രൽ GST ആണ്. CGST ഈസ് ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇത് ചുമത്തുന്നതും കളക്ട് ചെയ്യുന്നതും. ദെൻ ഇറ്റ് ഈസ് എ റവന്യൂ സോഴ്സ് ടു ദി സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് റവന്യൂ സോഴ്സ് ആണ്. ഓൺ എന്തിൻ്റെ മേലാണ് ചുമത്തുന്നത്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഓക്കെ, വിത്തിൻ സ്റ്റേറ്റ് ആണ്. ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഉള്ളിലുള്ള ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈൻ്റെ മേൽ സെൻട്രൽ ഗവൺമെൻറ് ചുമത്തുന്നതും കളക്ട് ചെയ്യുന്നതുമായിട്ടുള്ള GSTയാണ് നമ്മൾ എന്ത് പറയണത്, CGST എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് സപ്ലൈ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 10% അതിന് GST റേറ്റ് എന്നുണ്ടെങ്കിൽ 5% എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുക്കും, ദെൻ 5% എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റുക്കുമാണ്. ഓക്കെ, അതാണ് വിത്തിൻ സ്റ്റേറ്റ്, ഇൻട്രാ സ്റ്റേറ്റ് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സപ്ലൈൻ്റെ മേൽ സെൻട്രൽ ഗവൺമെൻറ് ചുമത്തുന്ന GSTയാണ് CGST എന്ന് പറയുന്നത്. ഇനി നമുക്ക് UTGST എന്താ എന്നുള്ളത് നോക്കാം. UTGST പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി. ഓക്കെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറീസ്, ആ യൂണിയൻ ടെറിട്ടറീസിൻ്റെ ഉള്ളിൽ നടത്തുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സപ്ലൈൻ്റെ മേൽ ചുമത്തുന്ന, അവർ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണെന്ത് UTGST എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിയൻ ടെറിട്ടറീസിൻ്റെ അണ്ടറിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അല്ലാത്ത, ഓക്കെ, ഡൽഹി, പോണ്ടിച്ചേരി ഈ 2 യൂണിയൻ ടെറിട്ടറീസിലാണ് എന്തുള്ളത്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഉള്ളത്. അല്ലാത്ത ലക്ഷദ്വീപ്, ദാമൻ ദിയു, ആൻഡമാൻ നിക്കോബാർ, ചാണ്ഡിഗഡ് പോലുള്ള യൂണിയൻ ടെറിട്ടറീസിൽ, ഓക്കെ, ആ യൂണിയൻ ടെറിട്ടറീസിൻ്റെ ഉള്ളിലുള്ള ഗുഡ്സിൻ്റെയും ടാക്സബിൾ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സപ്ലൈൻ്റെ മേൽ ചുമത്തുന്ന ടാക്സ് ആണെന്ത് UTGST എന്നുള്ളത്. ഇനി IGST മീൻസ് ഇൻ്റഗ്രേറ്റഡ് GST എന്നാണ്. ഇൻ്റഗ്രേറ്റഡ് GST അത് കളക്റ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഓൺ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. എന്താണ് ഇൻ്റർ സ്റ്റേറ്റ് അല്ലേ, സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ള അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അല്ലേ തമിഴ്നാടോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തിലുമായിട്ട് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ മേൽ ചുമത്തുന്ന, സെൻട്രൽ ഗവൺമെൻറ് ചുമത്തുന്നതും കളക്ട് ചെയ്യുന്നതുമായിട്ടുള്ള GSTയാണ് IGST എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു GST ഇത്തരത്തിലുള്ള ഇൻ്റർ സ്റ്റേറ്റ് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സപ്ലൈൻ്റെ മേൽ സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്,
GST ചുമത്തുന്നത്. ഓക്കെ, അത് ഫ്യൂച്ചറിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യും, അത് ഷെയർ ചെയ്യും. ഓക്കെ, അതാണ് IGST പറഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സപ്ലൈൻ്റെ മേൽ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന GST ആണെന്ത് IGST എന്നുള്ളത്. ഓക്കെ, ഇനി അത് സിമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. കാരണം GST പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10% എക്സാമ്പിൾ ശ്രദ്ധിക്കുക, 10% GST റേറ്റ് എന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10% GST റേറ്റ് ഉള്ള ഒരു ഗുഡ്സാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അത് ഇൻട്രാ സ്റ്റേറ്റ് വിത്തിൻ സ്റ്റേറ്റ്, ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ 5% എന്താണ് CGST ആണ്, സെൻട്രൽ ഗവൺമെൻറ് ചുമത്തും. 5% എന്താണ് അല്ലേ SGST സ്റ്റേറ്റ് ഗവൺമെൻറ്റിക്ക് ഉള്ളതാണ്. ദെൻ അത് നമ്മൾ ഇനി സംസ്ഥാനങ്ങൾ തമ്മിൽ ഇൻട്രാ സ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് സംസ്ഥാനങ്ങൾ തമ്മിലാണ്, കേരളം തമിഴ്നാടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ തമ്മിലാണ് ഈ ഒരു ഗുഡ്സിൻ്റെ സർവീസ് ആൻഡ് സപ്ലൈ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് IGST ആയിട്ട് 10% നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റിക്ക് അടക്കണം. അതെന്ത് ചെയ്യും, വിൽ ബി ഡിവൈഡഡ് ഇൻ ലേറ്റർ. ഫ്യൂച്ചറിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിക്ക് എന്ത് ചെയ്യും, അത് ഡിവൈഡ് ചെയ്യും, ഷെയർ ചെയ്യും. ഓക്കെ, അതാണ് IGST, CGST, SGST കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ ഈ ഒരു GSTൻ്റെ കേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഷോപ്പാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ GST രജിസ്റ്റർ എടുത്ത ഒരു ഷോപ്പാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട മെയിൻറ്റെയിൻ ചെയ്യേണ്ട അക്കൗണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇൻപുട്ട് CGST ആണ്. എന്താണ് ഇൻപുട്ട് CGST എന്ന് പറഞ്ഞാൽ, ഇൻപുട്ട് ടാക്സബിൾ അല്ലേ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇല്ലേ, അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിക്ക് അല്ലേ കൊടുക്കേണ്ട ടാക്സ് ആണെന്ത്, ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിക്ക് കൊടുക്കേണ്ടതാണ് ഇൻപുട്ട് CGST എന്നുള്ളത്. ദെൻ ഔട്ട്പുട്ട് CGST നമ്മൾ അല്ലേ ഇൻട്രാ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ നടത്തുമ്പോൾ കസ്റ്റമറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഈടാക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിക്ക് കൊടുക്കാനുള്ളതാണ് ഔട്ട്പുട്ട് CGST എന്നുള്ളത്. ദെൻ ഇൻപുട്ട് SGST നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡിങ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഡീലിങ്സ് നടത്തുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിക്ക് കൊടുക്കേണ്ട ടാക്സ് ആണെന്ത്, ഇൻപുട്ട് SGST. ഇൻപുട്ട് മീൻസ് എന്താണ്, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ള ടാക്സ് അല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ദെൻ ഔട്ട്പുട്ട് SGST നമ്മൾ ഒരു ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ, നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്തുനിന്ന് ഈടാക്കേണ്ടതായിട്ടുള്ള സ്റ്റേറ്റ് GST ആണെന്ത് ഔട്ട്പുട്ട് SGST. ദെൻ ഇൻപുട്ട് IGST നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് നടത്തുമ്പോൾ അല്ലേ, പുറത്തെ സ്റ്റേറ്റ് പോയിട്ട് നമ്മൾ പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ടാക്സ് ആണെന്ത്, ഇൻപുട്ട് IGST എന്നുള്ളത്. ദെൻ നമ്മൾ അല്ലേ ഇൻ്റർ സ്റ്റേറ്റ് ഗുഡ്സോ സർവീസോ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമർ അടുത്തുനിന്ന് നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ടാക്സ് ആണെന്ത്, ഔട്ട്പുട്ട് IGST എന്നുള്ളത്. ഓക്കെ, ദെൻ ഒരു GST പേയബിൾ അക്കൗണ്ടും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇത്ര കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.